നമ്മളെ ഇങ്ങനെ കർണാടകത്തിൽ കൂടി ഇങ്ങനെ ഗ്രാമങ്ങളിൽ കൂടി പോകുമ്പോഴേ കൃഷി കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കൃഷിയാട്ടോ ഇത്. കണ്ടപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമേ. എള്ളില്ലേ, എള്ളിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതവരെ എടുത്തതാ ഇതിന്ന്. ഇതിലില്ല കേട്ടോ, ഇതിന്റെ ഉള്ളിലെ സാധാരണ എള്ളം ഉണ്ടാവുന്നത് കണ്ടോ. അപ്പം ആ ചേട്ടന്മാരവിടെ ഉണക്കാൻ വെക്കുന്നുണ്ട്. എനിക്ക് കന്നഡ അറിയത്തില്ല, എന്നാലും എനിക്ക് പറഞ്ഞു തരും. ഇത് പച്ച, ഇത് ഇങ്ങനെ കുത്തി ഇങ്ങനെ വെക്കുക, വെയിലത്ത് വെക്കുക. ഇത് ഉണങ്ങിയത് അവര് പറഞ്ഞൊരു വടി എടുത്ത് അടിച്ച് ഇടുമെന്നാ പറഞ്ഞേ. കണ്ടോ, ചേച്ചിമാരവിടെ ആക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളറല്ല അല്ലേ, ഇത് എന്നിട്ട് ചൂടാക്കണം. മനസ്സിലാവുന്നുണ്ട്. ಬೆಲ್ಲಂ ಒಲ ಮೇಲೆ ಹಾಕ್ಬಿಟ್ಟು ಉರಿರಿ, ಉರಿದ್ಬಿಟ್ಟು ಬೆಲ್ಲ ಹಾಕ್ಬಿಟ್ಟು ಒಳಗೆ ಚೆನ್ನಾಗಿ ಅದು ಇದ ಸೂಸ್ಲ ಆಯ್ತದ ತಿನ್ನಕ್ ಚೆನ್ನಾಗಿರುತ್ತೆ. ಉಂಡೆ ಹಾಕಿಟ್ರೆ ಹಾಕ್ಬಿಟ್ಟು ಬೆಲ್ಲನಿ ಚೆನ್ನಾಗಿ ಸೋಸ್ಬಿಟ್ಟು ಹಾಕ್ಬಿಡಿ. ಜಾಸ್ತಿ ನುಣ್ಣು ಮಾಡ್ಬಿಡಿ, ಸ್ವಲ್ಪ 2 ಬ್ಯಾಂಡ್ ಹಿಡಿದ್ರೆ ಆಯ್ತು. ತಿನ್ಬೋದು, ಚೆನ್ನಾಗಿರ್ತ. ಸೋಸ್ಬೇಕು ಚೆನ್ನಾಗಿ, ಸೋಸ್ಬೇಕು ಚೆನ್ನಾಗಿ ತಿನ್ಬೋದು ಚೆನ್ನಾಗಿ. ಓಕೆ, ಇದು ഇതിൽ ഇങ്ങനെ ആക്കി എടുത്തല്ലേ. ಒಂದ್ರಿ ಇದು ಇದನ್ನ ಹಾಕಿ ತಿರ್ಬಿಟ್ಟು അപ്പൊ ഇച്ചിരി മധുരമൊക്കെ ഇട്ട് എള്ളുണ്ട ഇല്ലേ, കേരളത്തിൽ എള്ളുണ്ട. അപ്പൊ കുറച്ച് എള്ളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഏർಬೇಕು മണ്ണുണ്ട്, ക്ലീൻ ചെയ്യാം. ഓക്കെ, ಮೊರ ഉണ്ട്, ಕೇರ್ಬಿಟ್ಟು ಹಿಂಗ್ ಒಂದ್ಬಿಟ್ಟು ಓಕೆ. ಆಗ ಮಿಕ್ಸಿ ಹಾಕ ಪುಡಿನ ಮಾಡ್ಬಿಡೋದು. ಪುಡಿ ಮಾಡ್ಬಿಟ್ಟು నా ఊరిలో కృషి, ഞാനും కృషి చేస్తున్నాను സ്ഥിരം. അവിടെ കോക്കനട്ട് തേങ്ങ ഇല്ലേ, തെങ്ങിൻകായി, അത് തന്നെ കൃഷി. ಸರಿ, ഇതില്ല. ಅತ್ತಾಗಿಲ್ಲ. ಓಕೆ ಓಕೆ, അതില്ല, ഇല്ല കഴിക്കില്ല, കാതില്ല, ഇതും ഇല്ല. ആയാ, ടൈം ആയാ? ಹೋಗಿಲ್ ಬರ್ರಿ. ಓಕೆ ಅಮ್ಮ, ಥ್ಯಾಂಕ್ ಯು. ಸರಿ.